രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു, പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട്. പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ആവേശം എത്രത്തോളമാണ്? പത്രികാ സമർപ്പണമൊക്കെ അവസാനിച്ചല്ലോ അല്ലേ? അമൃത, തീർച്ചയായും പത്രികാ സമർപ്പണം ഉച്ചയ്ക്ക് 1:30 അവസാനിച്ചു. എന്തായാലും വയനാട് മണ്ഡലത്തിലെ പ്രവർത്തകരെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം UDF പ്രവർത്തകരിൽ ആവശ്യമെതിരെയാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ നടത്തിയ റോഡ് ഷോ സമാപിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഒരു റോഡ് ഷോ കൽപ്പറ്റ നഗരത്തിൽ നടത്തിയത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് തുടങ്ങിയ റോഡ് ഷോ സിവിൽ സ്റ്റേഷന് സമീപമാണ് സമാപിച്ചത്. ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം ഈ റോഡ് ഷോ സംഘടിപ്പിച്ചു. എന്തായാലും വലിയ ജനക്കൂട്ടം, 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായത്. കടുത്ത വെയിലാണ്, നല്ല ചൂടാണ്. ഇതെല്ലാം അവഗണിച്ചാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ കൽപ്പറ്റയിലേക്ക് എത്തിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ടായിരുന്നു. വയനാടത്തെ 3 നിയമസഭാ മണ്ഡലം, ഒപ്പം തന്നെ കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന്, ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമാകാൻ കൽപ്പറ്റയിലേക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും റോഡ് ഷോയുടെ ഭാഗമാകാൻ ഇവിടേക്ക് എത്തിയിരുന്നു. രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, ഇവരെ കൂടാതെ സംസ്ഥാനത്ത് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ അടക്കമുള്ളവരാണ് ഈ റോഡ് ഷോയിൽ, MMSN അടക്കമുള്ളവരാണ് ഈ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം തുറന്ന വാഹനത്തിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയും അബ്ബാസ് അലി തങ്ങളും റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കനയ്യകുമാറുടെയും സാന്നിധ്യം ഈ റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. എന്തായാലും വലിയ ജനക്കൂട്ടം, ഒപ്പം തന്നെ വലിയ ആവേശം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ആനി രാജയെല്ലാം വയനാട് മണ്ഡലത്തിൽ ഒരുപാട് മുന്നോട്ട് പോയി. കാരണം നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങി, പ്രഖ്യാപനം നടത്തി നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങി. 2ാം ഘട്ടം അടക്കം അവസാനിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ അതിനോടൊപ്പം എത്തുന്ന നിലയ്ക്ക് ഇന്നത്തെ ഒരു റോഡ് ഷോയിലൂടെ രാഹുൽ ഗാന്ധി ഇവിടെ വലിയ തരത്തിലുള്ള അപ്പോൾ ഇന്നത്തെ ഈ റോഡ് ഷോയോടെ ഇത് അവസാനിച്ചു എന്ന് കരുതണമോ? അല്ല, രാഹുൽ ഇവിടെ തുടരുമോ? കൂടുതൽ നാളുകൾ ഇവിടെ ഉണ്ടാകുമോ? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പ്രവർത്തകർക്കൊപ്പം മുന്നോട്ട് പോകുമോ? അമൃത, വയനാട് ലോക്സഭാ മണ്ഡലത്തിലേതായി ഇനി പ്രചാരണ രംഗത്ത് ഒരു പക്ഷേ വോട്ടെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ടായിരിക്കും, ഒരാഴ്ച മുമ്പോ മറ്റോ ആയിട്ടായിരിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുക. കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിൽ, മറ്റ് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രചാരണത്തിൽ റോഡ് ഷോ മാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തിയത്. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന നിലയിലേക്കും അദ്ദേഹം നീങ്ങി. ഈ കൽപ്പറ്റയിലുള്ള മരവയൽ കോളനിയിലെത്തിയ അദ്ദേഹം 13 വീടുകളിൽ, ആ കോളനിയിലുള്ള മുഴുവൻ വീടുകളിലും, 13 വീടുകളുള്ള ഒരു കോളനിയാണ് മരവയൽ കോളനി, ആ കോളനിയിലെ മുഴുവൻ വീടുകളിലും ചെന്ന് ഈ പ്രകടന പത്രിക കാണിച്ച് കോൺഗ്രസ് ഇതെല്ലാം നടപ്പാക്കുമെന്നതെല്ലാം പറഞ്ഞ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു.